ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയും അതേപോലെ തന്നെ നവീനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നവീൻ പറയണ, എടാ ഞാൻ ഇനി ഏതായാലും അവളുടെ അച്ഛനോടും അമ്മയോടും പറയാൻ പോവാം. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം പ്രശ്നം തീർന്നല്ലോ. എടാ നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അവളുടെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. എടാ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ പിന്നീടാവാം. ഞാനേതായാലും അവരോട് സംസാരിച്ച് നോക്കട്ടെ. എടാ നീ സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംസാരിച്ചതാണല്ലോ എന്ന്. നീ എന്ത് സംസാരിച്ചു എന്ന്? നീ അങ്ങനെ ഒരു കാര്യവും സംസാരിച്ചില്ല എൻ്റെ അനി. ഞാൻ പല പ്രാവശ്യം നിന്റെ പിന്നാലെ നടക്കുന്നു, ഒന്ന് പറയാന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ നീ പറയാനായിട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ഇടിഞ്ഞപ്പോഴേക്കും എടാ നീയൊന്ന് സമാധാനപ്പെടറാ, നമുക്ക് ആലോചിക്കാമല്ലോ. എടാ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കൊരു സംശയം തോന്നും. അല്ല, ഒന്നും തോന്നരുത്. എനിക്ക് തോന്നിയ സംശയമാണ്. എന്ത് സംശയം? അല്ല, ഈ നന്ദുവിനോട് ഇനി നിനക്ക് വല്ല പ്രണയം ഉണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനി ആകെ ഒന്ന് സ്തംഭിച്ച് നിന്നു പോവുകയാണ്. അല്ല ഞാനേ അതെൻ്റെ സംശയം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. എടാ എന്താടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംശയം പറയുന്നത്? എടാ എനിക്കങ്ങനെ നന്ദുവിനോട് ഇഷ്ടമൊക്കെ പറയാനായിട്ട് പറ്റുമോ? നീ എന്തായി പറയുന്നത്? എനിക്കങ്ങനെ അവളോട് അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ഫ്രണ്ടിനെ പോലെയാണെന്ന് കനി പറയാണ്. അല്ല, നിന്റെ പെരുമാറ്റവും രീതികളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ല, എത്ര പ്രാവശ്യവും നിന്നോട് ഒന്ന് പറ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഒരക്ഷരം പോലും പറയാനായിട്ട് നീ തയ്യാറല്ല. നീ ഒരു കാര്യം ചെയ്യും, നീയേ ഏതായാലും നിന്റെ നയന ചേച്ചി ഇല്ലേ, നയന ചേച്ചിയോട് പറ. അപ്പോൾ നയന ചേച്ചി നന്ദുവിനോടും അതേപോലെ തന്നെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞോളും. നീ അങ്ങനെ സംസാരിക്കുക. അയ്യോ, നയനേടത്തിയോട് പറയാനോ? ഞാൻ പറയില്ല. നയനേടത്തിയോട് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനേ പറ്റില്ല. എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലെ കാര്യങ്ങൾ സംസാരിക്കില്ല. ഇവനേക്ക് എന്താ ചെയ്യേണ്ടത്? എടാ നീ സമാധാനപ്പെട്. ഞാൻ പതിയെ അവരോട് പറഞ്ഞോളാന്നേ. ഇതൊക്കെ ധൃതി വെച്ച് പറയേണ്ട കാര്യമാണോ? പിന്നെ നിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാല്ല. പിന്നെ നയന ചേച്ചിക്ക് നിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാം. അതുകൊണ്ട് നയനേട്ടത് ഇതൊന്നും പറയാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നീ സമാധാനപ്പെടുമെന്ന് എൻ്റെ നവീനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ രാത്രി ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഈ നയനയാണെങ്കിൽ നല്ലൊരു അടിപൊളി ചുരിദാറിട്ട് സുന്ദരിയായിട്ട് വരികയാണ്. അപ്പോൾ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ ആദർശിന്. അപ്പോൾ ആദർശ് നയനയോട് പറയാണ്, ദേ ഈ വേഷത്തിലേ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ വേഷത്തിലാണ് തന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഉടക്കായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ നയനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ ഞാൻ അത് മറക്കോ? അതൊന്നൊന്നര അടിയായിരുന്നു എൻ്റെ ആദർശേട്ടാ. പക്ഷേ അന്ന് തന്നെ കാണുമ്പോഴേ ഞാൻ വിചാരിച്ചത് ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ അഹങ്കാരി താനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോൾ എന്ത് തോന്നുന്നു? അല്ല, ഇപ്പം താനാണ് ഏറ്റവും നല്ല ഭാര്യയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ തന്നെ ഒരു അഹങ്കാരിയായിട്ടൊന്നും കാണാനായിട്ട് പറ്റില്ലല്ലോ നയനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആദർശേട്ടൻ പറയണ സത്യം തന്നെയാ. എനിക്കും ആദർശേട്ടനെ കണ്ടപ്പോഴേ അങ്ങനെയാ തോന്നി. ഒരു വഴക്കാളി, ഒരു അഹങ്കാരി, അതേപോലെ തന്നെ ഒരു പിടിവാശിക്കാരൻ. അങ്ങനെയൊക്കെയാ ആദർശേട്ടനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആദർശേട്ടാ. പിന്നീടല്ലേ ആളൊരു പാവത്താനാണെന്ന് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ ഒരു കാലം. ഏതായാലും ദൈവം എനിക്ക് വേണ്ടി കാത്തു വെച്ചത് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്നൊക്കെ പറയാണ്. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാ വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ താഴത്തേക്ക് ഇറങ്ങുക. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി നോക്കിയിരിക്കുന്നു. അപ്പോൾ അമ്മ എന്തോ ഉറങ്ങിയില്ലേ? അമ്മേ എന്താ അമ്മ ഇത്? അമ്മ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഉറങ്ങാനാ? നിങ്ങൾ പുറത്തു പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പം പിന്നെ എനിക്ക് അതും കളഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് പറ്റുമോ? നിങ്ങളെ കാത്തിരുന്നതാണ് അമ്മേ. അത് പിന്നെ അല്ല, ഒന്ന് പുറത്തു പോകാമെന്നൊക്കെ വിചാരിച്ചു അമ്മേ. അമ്മമ്മനെങ്കിൽ അമ്മയും വാ. ഞാൻ എന്തിനാ വരുന്നത്? നിങ്ങൾ പോകാതല്ലേ തീരുമാനിച്ചത്. അപ്പം പിന്നെ ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി അതിനിടയിൽ കയറി ഒരു കരടാകാനായിട്ട് ഞാനില്ല. അപ്പം നമ്മുടെ നയനയാണെങ്കിൽ അയ്യോ അമ്മ അങ്ങനെയൊന്നുമില്ല, ആദർശേട്ടൻ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ആദർശേട്ടനോട് പറഞ്ഞതാ പോകണ്ടെന്ന്. അതൊന്നും കുഴപ്പമില്ല മോളെ. ആദർശ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്ന് ആകെ മുഷിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊക്കെ പുറത്തൊക്കെ പോയി നല്ല എൻജോയ് ചെയ്തിട്ട് വാ. പിന്നെ അധികം താമസിക്കരുത്. അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട്
എത്രയും പെട്ടെന്ന് വന്നോളണം. ആ ശരി അമ്മേ, എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും പറഞ്ഞയക്കുക. അങ്ങനെ ഇവർ കാറിനകത്ത് കയറി ഇങ്ങനെ പോവുക. കാറിനകത്ത് ഇങ്ങനെ കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും മാതൃശേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണോട്ടോ, അത് കണ്ടില്ല അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അത് പിന്നെ നയനെ എടോ തന്നോടുള്ള താല്പര്യം കൊണ്ടാ. അതെ, തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ ആ കുഞ്ഞിനെ കാണാനായിട്ട് നമുക്ക് വല്ലാത്ത മോഹമാണെന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കെയറിങ്ങും സ്നേഹമൊക്കെ ചെയ്യണം. അങ്ങനെയൊന്നല്ല ആദർശേട്ടാ, അമ്മയ്ക്ക് ഞാൻ എപ്പോഴാണോ കരൾ ദാനം ചെയ്തത് ആ സമയം മുതൽ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കെയറിങ് ആണ്. എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും. ആദർശേട്ടൻ ജയിലിലാണെന്ന വാർത്ത അമ്മ കേട്ടില്ലായിരുന്നോ? അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ എന്നെ ആശ്വാസപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് അറിയാമോ ആദർശേട്ടാ? അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അത് വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, അമ്മയ്ക്ക് ആ ഒരു സ്നേഹം എന്നിൽ നിന്ന് പോകില്ല ആദർശേട്ടാ. എപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. ആ ശരിയാ, എൻ്റെ അമ്മ ഒരു പാവോടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ അതെ, നമുക്ക് ഏതായാലും അതെ പെട്ടെന്ന് തന്നെ പോകണമെന്നൊക്കെ പറയണം. ശരി പോകാം, ഏതായാലും ഇവിടം വരെ വന്നില്ലേ, ഒന്ന് എൻജോയ് ചെയ്യടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേന്നേ. ആരും നമ്മളുള്ള സത്യം ഒന്നും പുറത്തറിയാനായിട്ട് പോകുന്നില്ല. ഇപ്പം ഇത്രയും സമയമായില്ലേ, അല്ല ഇനിയിപ്പോൾ ഈ അഭിയും നവിയൊക്കെ എണീറ്റാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും എണീക്കാൻ പോവില്ല. ഈ അഭിയെ പായ കണ്ടാൽ കൂർക്കം വലിച്ചുറങ്ങുന്ന ആൾക്കാരാ, അതുകൊണ്ട് എണീക്കാനേ പോകുന്നില്ല. ആ കാര്യം ഓർത്തിട്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല നയനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പോവുക. ഈ സമയം തന്നെ മറ്റൊരാളും കൂടി വരികയാണ്, അതായത് നമ്മുടെ അനാമികയുടെ അച്ഛനും കൂടി. അപ്പോൾ പച്ചക്കറികളൊക്കെ മേടിക്കാൻ വരികയാണ്. അപ്പോൾ എന്തിനാ അച്ഛൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്? മോളെ, നിന്റെ അമ്മ കുറേ അത് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ ഹോൾസെയിൽ കടയാ, വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം എന്ന് പറയാണ്. അച്ഛാ, നമുക്ക് ഇത്രയും ദാരിദ്ര്യം സംഭവിച്ചോ? എന്താ അച്ഛാ ഇത്? ഇങ്ങനെ ആയാൽ പറ്റില്ല കേട്ടോ മോളെ, ഇത് ഹോൾസെയിൽ കടയാണെന്നേ, അവിടെ നമുക്ക് വില പേശി മേടിക്കാം. പിന്നെ ഞാൻ ഈ സാധനങ്ങളുടെ വില പേശുന്ന സമയം കൊണ്ട് നീയും എന്തെങ്കിലും സവാളയോ ഉള്ളിയൊക്കെ അടിച്ച് മാറ്റണം. അച്ഛ, ഒരു കവർ കരുതണ്ടയായിരുന്നു, ഞാനത് കരുതിയില്ല. സാരല്ല, ഞാൻ പറയണനുസരിച്ച് നീ അങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ ആദർശ് നയനും കൂടി ഒരു ജ്യൂസ് കടയുടെ മുന്നിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ജ്യൂസ് കടയുടെ മുന്നിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നൊരു ജ്യൂസൊക്കെ മേടിച്ച് ഇങ്ങനെ കുടിക്കുകയാണ്. ആദർശേട്ടാ, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സമയത്ത് ഇവിടെ വരണ്ടായിരുന്നു. നീ ഇങ്ങനെ പേടിച്ചാലെങ്ങനെ നയനെ? നമുക്ക് സന്തോഷം വേണ്ടേ? ഇവിടെ ഇപ്പം ആരും വരാനായിട്ട് പോകുന്നില്ല, നീ സന്തോഷമായിട്ട് ഇരിക്കുക നയനെ. എന്നാൽ ആദർശേട്ടാ, എന്നാലും ഒരു ടെൻഷൻ, ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ആദർശേട്ടൻ വന്നില്ല അത് ഇതാണെന്നൊക്കെ പറഞ്ഞല്ലോ, ചേച്ചിയാണെങ്കിൽ ആകെ സന്തോഷം നടക്കുക. ആദർശേട്ടൻ വരാൻ പാടില്ല എന്നൊക്കെയാണ് ചേച്ചിയും പറയുന്നത്. എനിക്കതൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അമ്മയും പറഞ്ഞു എങ്ങനെയെങ്കിലും ആദർശിനെ അവിടെ തന്നെ കൊടുക്കണം, ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ ജലജമ്മായും പിന്നെ അഭിയൊക്കെ പറയുന്നത് അമ്മ കേട്ടുവന്നാക്കിയാണ് എന്നോട് സംസാരിച്ചത്. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അവരുടെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്കറിയാലോ, നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ തൊട്ടപ്പുറത്തെ കടയിലാണ് നമ്മുടെ അനാമികയും അതേപോലെ തന്നെ അനാമികയുടെ അച്ഛനും കൂടി വന്ന് പച്ചക്കറി മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആദർശ് ഇങ്ങനെ ജ്യൂസും കുടിച്ചിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും കാണുകയാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ഞെട്ടിപ്പോയി. നയനെ അത് നോക്കിയടി, അവരല്ലേ അത്, അനാമികയുടെ അച്ഛനും. അനാമികയോ? അപ്പോൾ ഇവരെ കണ്ട, അയ്യോ അതേലോ ആദർശേട്ടാ, അത് അനാമിക തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ശരിയാവും ആദർശേട്ടാ, പെട്ടെന്ന് പോകണം. അങ്ങനെ ഈ ആദർശാണെങ്കിൽ പെട്ടെന്ന് പൈസ കൊടുക്കുന്ന ആ സമയം കൊണ്ട് ഈ വേണോ തിരിഞ്ഞു നോക്കിയാണ്. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ആദർശിനെ പോലെ തോന്നുകയാണ്. ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാലൻസ് പോലും മേടിക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാൻ കാറിക്കറി ഒറ്റ പോകുകയാണ്. അനാമികെ മോളെ, അത് ആദർശല്ലേ എന്ന് പറയണം. ആദർശോ? ഏത് ആദർശ്? നീ നോക്കിക്കണം, ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ആ കാറിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവർ വിട്ടടിച്ചങ്ങോട്ട് പോവാണ്. അപ്പോൾ അച്ഛന് വെറുതെ തോന്നിയായിരിക്കും, ആദർശ് ജയിലല്ലേ, പിന്നെ എങ്ങനെ ആദർശ് ഇവിടെ വരാനാണ്? എനിക്ക് ആദർശിനെ പോലെ തന്നെ തോന്നി മോളെ, അവൻ ആദർശ് തന്നെയാണ്, ആദർശിന് അതിനെയും കൂടി അല്ലേ വന്നത്. നമുക്ക് ആ കടക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. എടോ എന്താ ഏട്ടാ? അതെ, ഇപ്പം ഇവിടെ വന്ന ആൾക്കാരില്ലേ, ജ്യൂസ് കുടിച്ച ആൾക്കാർ, അവരെ തനിക്ക് നേരത്തെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാ, എനിക്ക് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത്? എന്താ ഏട്ടാ, എന്ത് പറ്റി? നിങ്ങളുടെ വല്ല പരിചയക്കാരനാണോ? അതെ, ഞങ്ങളൊരു പരിചയക്കാരനെ പോലെ തോന്നി.
അതുകൊണ്ട് തന്നോട് ചോദിച്ചത് അറിയാവോന്ന്. ആ ഇപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല. അല്ലേട്ടാ എന്താ കുടിക്കാൻ വേണ്ടത്? അതെ, ഒരു ABC ജ്യൂസ്, പിന്നെ ഒരു മുട്ട പപ്സും. മുട്ട നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം, മനസ്സിലായല്ലോ പറഞ്ഞത്? ഇന്നുണ്ടാക്കിയ മുട്ട തന്നെ ആയിരിക്കണം, മനസ്സിലായല്ലോ? ആ ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഇയാളോട് എടുക്കാൻ പോവാം. അപ്പോൾ എടി മോളെ, എന്നാലും അത് ആദർശമാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടീ മോളെ. കാരണം ഇവരെല്ലാവരും കൂടി നമ്മളെ പറ്റിക്കുകയാണെങ്കിലോ? ഏ ഏ അതൊരു സംശയമുണ്ട്. ആദർശ് ജയിലിൽ നിന്ന് വന്നിട്ടും നമ്മളോട് പറയാതിരിക്കുകയാണെങ്കിലോ എന്നിങ്ങനെ പറയാണ്. അച്ഛൻ ചുമ്മാ തോന്നിയതായിരിക്കും. അങ്ങനെ ആദർശിനെ നയനയും കാണിക്കുകയാണ്. അപ്പോൾ ആദർശിനെ നയനയും കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടാ അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവോ? കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലെന്നേ. നമ്മളേതായാലും പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നല്ലോ, ഇനി എങ്ങോട്ടും കറങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദർശേട്ടാ. അത് വേണം വേണം, എനിക്കൊരു മനസ്സമാധാനമില്ല. നമുക്ക് നേരത്തെ വീട്ടിലേക്ക് തന്നെ പോകാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ തല പുകഞ്ഞൊരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം ആദർശേട്ടാ. ശരി ശരി, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാന്നേ. അങ്ങനെ ഈ വേണുവും അതേപോലെ തന്നെ അനാമികയും വീട്ടിലെത്തിരിക്കുക. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും അപ്പോൾ ഈ അനാമികയുടെ അമ്മയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നേ, നിങ്ങൾ അബിയെ വിളിച്ചിട്ട് അബിയോട് ചോദിക്കാമല്ലോ നയന അവിടെ ഉണ്ടോ എന്ന്. അപ്പം നമുക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ. ചിലപ്പോൾ എടി നമ്മളെ പറ്റിച്ചുകൊണ്ടേ ഈ ആദർശ് ജയിലിൽ നിന്ന് വന്നിട്ട് റൂമിൽ വല്ല ഒളിച്ചിരിക്കുകയാണെങ്കിലോ? അതാ പറഞ്ഞത്, ഒന്ന് സംശയം തീർക്ക്. നിങ്ങൾ അവിടെ വെച്ച് കണ്ടത് നയനയും ആദർശിനെയാണോ എന്നൊക്കെ. അബിയെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമല്ലോ, ആദർശ് അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അല്ലട, സമയം ഇത്രയായില്ലേമ്മേ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കണോ? എന്ത് 11:30 ആയിട്ടുള്ളൂ? ഇപ്പം വിളിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല, എങ്കിൽ പിന്നെ വിളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വേണുവാണെങ്കിൽ നേരെ അബിയുടെ ഫോണിലേക്ക് വിളിക്കുക. അബിയുടെ ഫോണാണെങ്കിൽ പാതിരാത്രി ഇങ്ങനെ റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നവ്യാണെങ്കിൽ ആരാണ് നിന്നെ ഈ പാതിരാത്രി വിളിക്കുന്നത്? ആർക്കറിയാം, ഏതെങ്കിലും ഉറക്കം കിടത്തികളായിരിക്കും വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബി ഞെട്ടിപ്പോയി. കാരണം വേണു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആരാ അബി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ തന്തയാ, അനാമികയുടെ തന്ത. എന്തിനാണ് അയാളെ നിന്നെ എപ്പോഴെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ വല്ല കാര്യമുണ്ടോ? എടി, അനന്തപുരിക്കാരുടെ ശത്രു അല്ലേ, ആ ശത്രുവിനെ നമ്മൾ കൂടെ നിർത്തുന്നത് കുറച്ച് നല്ല കാര്യം തന്നെയാ, നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്നേ. അതുകൊണ്ട് നമ്മളങ്ങനെ കൂടി നിർത്തുന്നത് നല്ലതാ. ഞാനേതായാലും ഫോൺ എടുക്കട്ടെ. എന്താ അങ്കിളെന്താ വിളിച്ചത്? അതെ, ആദർശുണ്ടോ അവിടെ? ഇത് കേട്ടാ അബി ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്കിളെന്താ ചോദിച്ചത്? ആദർശുണ്ടോന്നോ? അതിന് ആദർശ് ജയിലല്ലേ, പിന്നെ ഇവിടെ എങ്ങനെ ഉണ്ടാവുന്നത്? അതെ, ഞങ്ങൾ ഇന്ന് പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയായിരുന്നു. ആ സമയത്ത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ രണ്ടുപേരും. എനിക്ക് ആദർശിനെ പോലെയാണ് തോന്നിയത്, ആദർശിനെ നയനയും പോലെ. അതിന് ഒരു ചാൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അറിയില്ലേന്നേ. ചിലപ്പോൾ റൂമിൽ വല്ല അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിലോ? നീ ഒരു കാര്യം എന്തായാലും, ഞങ്ങളുടെ മനസമാധാനം പോയി. നീ നവ്യനോട് പറ നയന ആ റൂമിലുണ്ടോ നോക്കാനായിട്ട്. നവ്യ നോക്കുമല്ലോ. ശരിയങ്ങളെ, അങ്ങനെ ഒരു സംശയം അങ്ങളിനുണ്ടെങ്കിൽ ശരി, തീർത്ത് കളഞ്ഞേക്കാം, ഞാൻ ഏതായാലും അവളോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ? അതെ, നയന ആ റൂമിലുണ്ടോ എന്ന് നീ ഒന്ന് പോയി നോക്കിക്കണ്ടേ. ആദർശിനെ കണ്ടതുപോലെ ഇവർക്ക് തോന്നിയത്രേ. അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ്. ശരി, ഞാൻ ഏതായാലും നയന ആ റൂമിലുണ്ടോ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ നവ്യ നയനയുടെ റൂമിൻ്റെ അരികിലേക്ക് പോവുകയാണ്. വാതിലിൽ മുട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് നയന വന്ന് വാതിലും തുറക്കുകയാണ്. എന്താ ചേച്ചി? ഒന്നുമില്ല. അങ്ങനെ നവ്യ നേരെ റൂമിലേക്ക് കയറി ചുറ്റുപാട് നോക്കിയാണ്. എന്താ ചേച്ചി? ഞാനിവിടെ ആരെയും ഒളിപ്പിച്ചിട്ടില്ല. അതിന് ഞാനിവിടെ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചോ? അല്ല, ചേച്ചിയുടെ ഒരു നോട്ടങ്ങളും ഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ഒരു പ്രാവശ്യം മുട്ടിയപ്പോൾ തന്നെ നീ വന്ന് കതക് തുറന്നല്ലോ. എന്താണ്, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എങ്ങനെ ഉറങ്ങാനാ ചേച്ചി? ആദർശേട്ടൻ ജയിലല്ലേ, ആ ഒരു സങ്കടത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. സങ്കടപ്പെട്. ഇതേപോലെ ഒത്തിരി രാത്രി ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറക്കമില്ലാതെ. അപ്പോൾ ആരും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ടൊന്നുമില്ല. അതിനുള്ള തിരിച്ചടികൾ മുഴുവനാണ് നിനക്ക് കിട്ടുന്നത്. നീയേ സങ്കടപ്പെടും. ശരി, ആയിക്കോട്ടെ ചേച്ചി. ചേച്ചി ഇത് ചോദിക്കാൻ വേണ്ടിയാണോ വന്നത്? ഞാനിത് ചോദിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, ചുമ്മാ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. നവ്യ അവിടെ നിന്ന് പോയി നയനയാണെങ്കിൽ കഥ കിടക്കുകയാണ്. കഥ കടച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദർശനോട് പറയണ, കണ്ടോ
ദേ നവ്യ ചേച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നി, അതുകൊണ്ടാ വന്നത്. ദേ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇനിയും ദേ എനിക്കാകെ ടെൻഷൻ തോന്നുന്നു. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവർക്ക് സംശയം തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെ, എന്നായാലും എനിക്ക് പുറത്തിറങ്ങേണ്ടതല്ലേ. അതുകൊണ്ട് സംശയം തോന്നിയായിരുന്നു, യാതൊരു പ്രശ്നമൊന്നുമില്ല, നീ വന്ന് കിടക്കാൻ നോക്ക് നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും ആദർശും കിടന്നപ്പോഴേക്കും നവ്യയും അതേപോലെ തന്നെ അഭിയയും കാണിക്കുകയാണ്. ഒന്ന് പോ, അവളുടെ റൂമിലെങ്ങും ആരുമില്ല, അവൾ ഒറ്റക്കായിരുന്നു, അവളെങ്ങും പോയിട്ടുമില്ല. ചുമ്മാ മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടി ഓരോരുത്തരും ഓരോ വിളിച്ചോളും. പിന്നെ വേറൊരു കാര്യമുണ്ട് അഭി, നമുക്കിനി ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പറ്റില്ല. കാരണം നിനക്ക് എബിസ് കമ്പനിയിൽ ഒരു ജോലി നിനക്ക് ഏൽപ്പിച്ച് തരണം, എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരണം. അതെ, എല്ലാവരുടെക്കാളും മുന്നിൽ നമുക്ക് എത്തണം നവ്യേ, അതിനു വേണ്ടിയാണ് എൻ്റെയും പറപ്പുറപ്പാട് എന്നൊക്കെ ഇങ്ങനെ ആബിയും പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.